പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെ ഏവരെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് പരീക്ഷയിൽ വിജയവും ഇന്റർവ്യൂവിൽ വിജയവും ഉപരിപഠന മേഖലകളിൽ തടസ്സങ്ങൾ മാറ്റി അനുഗ്രഹവും ഉന്നതമായ വിജയവും നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളാരും നശിച്ചു പോകാതെ, തിന്മയുടെ പിടിയിൽ അകപ്പെട്ടു പോകാതെ, തെറ്റായ മാർഗത്തിലൂടെ ചരിച്ച് നശിക്കാതെ ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിൽ സംരക്ഷിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ കുർബാനയുടെ തിരുനാള് ആഘോഷിക്കുക. നമുക്കറിയാം, വിശുദ്ധ കുർബാനയാണ് ലോകത്തിന്റെ രക്ഷ. വിശുദ്ധ കുർബാന ഈശോ തന്നെയാണ്. ഈശോ ഭൂമിയിലേക്ക് വന്നത് വിശുദ്ധ കുർബാന ആകാനാണ്. വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ്. തൻ്റെ തിരുശരീരവും തൻ്റെ തിരുരക്തവും നമുക്ക് നൽകിക്കൊണ്ട് ഈശോ വിശുദ്ധ കുർബാനയായിട്ട് മാറുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം, രക്ഷാകര ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രക്ഷാകരമായ ദിവ്യ രഹസ്യമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈശോ ഈ ഭൂമിയിൽ ജനിച്ചത് വിശുദ്ധ കുർബാന ആകാനാണ്. ഈശോ ഈ ഭൂമിയിൽ പ്രസംഗിച്ചത് വിശുദ്ധ കുർബാനയാകാനാണ്. ഈശോ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തത് വിശുദ്ധ കുർബാനയാകാനാണ്. ഈശോ കുരിശിൽ മരിച്ചത് വിശുദ്ധ കുർബാനയാകാനാണ്. ഈശോ ദിവ്യകാരുണ്യം സ്ഥാപിച്ചുകൊണ്ട് ആ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ പൂർത്തീകരണം വിശുദ്ധ കുരിശിലെ ബലിയിൽ അവിടുന്ന് പൂർത്തീകരിച്ചുകൊണ്ട് തൻ്റെ തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകിക്കൊണ്ട് വിശുദ്ധ കുർബാനയുടെ ദിവ്യമായ രഹസ്യം നമുക്ക് പകർന്ന് തരികയാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാന വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ പറയുമ്പോ ഈശോ പറഞ്ഞു, ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ജീവന് വേണ്ടി ഈശോ നൽകുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ ഒന്ന് കടന്നു പോകണം. 6-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വചനത്തിൽ ദൈവമായ കർത്താവ് മനുഷ്യനോട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ നഷ്ടപ്പെട്ടു പോകുക എന്നതാണ് അർത്ഥം. അങ്ങനെ പാപം ചെയ്ത് ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ കുറിച്ച് 6-ാം അധ്യായത്തിന് 3-ാം വചനം പറയാ, മനുഷ്യനിൽ എൻ്റെ ചൈതന്യം, എൻ്റെ ജീവൻ എന്നേക്കും നിലനിൽക്കുകയില്ല. അവൻ ജഡമാണ്, ജഡമായിട്ട് മാറി. ആ ജഡമായി പോയ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച് 6-ാം അധ്യായത്തിന് 5-ാമത്തെ വചനം പറയുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമായിട്ട് മാറി. ആ ദുഷിച്ച അവസ്ഥയിൽ നിന്ന് എല്ലാ തിന്മയും, എല്ലാ പൈശാചികതയും, എല്ലാ മ്ലേച്ഛതയും, എല്ലാ വഴിപ്പിഴച്ച ജീവിതങ്ങളും, എല്ലാ ലഹരിയും, എല്ലാ അവിശ്വസ്തതയും, എല്ലാ വ്യഭിചാരവും, എല്ലാ അക്രമങ്ങളും, എല്ലാ കൊലപാതകങ്ങളും, ചതിയും വഞ്ചനയും എല്ലാം ദൈവികമായ ജീവൻ നഷ്ടപ്പെട്ട് ജഡമായി പോയ അവസ്ഥയിൽ നിന്ന് മാനവ കുലത്തിലേക്ക് കടന്നു വന്നു. അതോടൊപ്പം തന്നെ ജീവൻ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ പിശാചിന് ശക്തമായ ആധിപത്യവും അധികാരവും കിട്ടി. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് ഈശോ. ആ ഈശോയാണ് മക്കളെ വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ തിരുശരീരവും തിരുരക്തവും
നമുക്ക് വേണ്ടി തന്നുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാം വചനത്തിൽ ഈശോ പറയുന്നുണ്ട്, സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. നഷ്ടപ്പെട്ടു പോയ ജീവൻ അവനെ ജഡമാക്കി മാറ്റിയപ്പോ നമുക്കൊരു ജഡത്തിന്റെ വ്യാപാരങ്ങളാണ് ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാവിധ മ്ലേച്ഛതകള്, ലോകാരൂപി സമ്പത്ത്, ഭക്ഷണ പദാർത്ഥങ്ങള്, ചെടിക പാപങ്ങള്, അവിഹിത ബന്ധങ്ങള്, മ്ലേച്ഛതകള്, ലഹരി എല്ലാം തന്നെ ജഡമായിട്ട് പോയതിന്റെ അടിസ്ഥാനത്തിൽ വന്നു പോയതാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, രക്ഷപ്പെടണമെങ്കിൽ ആ ജീവൻ നമുക്ക് ലഭിക്കണം. ആ ജീവൻ ലഭിക്കണമെങ്കിൽ ഈശോ പറയാണ്, സത്യം സത്യമായിട്ടും 2 സത്യം ചെയ്ത് തറപ്പിച്ച് ഉറപ്പിച്ച് ഈശോ പറയാ, ജീവൻ വേണോ? സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കണം, അവന്റെ രക്തം പാനം ചെയ്യണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് വേറെ ഒന്നിനും വേണ്ടിയല്ല. യോഹന്നാൻ 10:10 ഈശോ ആ വരവിന്റെ ലക്ഷ്യം നയം വ്യക്തമാക്കുന്നുണ്ട്. ഈശോ എന്ന് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകാനും വേണ്ടിയാണ്. ജീവൻ നൽകാൻ വേണ്ടി വന്ന കർത്താവ് അത് സമർത്ഥമായി. കാരണം ഈശോയ്ക്കറിയാം, ഈ ജീവൻ നഷ്ടപ്പെട്ടു പോയതാണ് മാനവ കുലത്തിന്റെ, അത് ക്രിസ്ത്യാനിയുടെ മാത്രമല്ല, ഈ മാനവ കുലത്തിന്റെ നാശത്തിന്റെ കാരണം ജീവൻ നഷ്ടപ്പെട്ടു പോയതാ. അതുകൊണ്ട് ഈ ജീവൻ തിരികെ ലഭിച്ചാലേ അവൻ രക്ഷപ്പെടൂ. ആ ജീവൻ കിട്ടണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. അതാ ഈശോ പറഞ്ഞേ, സത്യം സത്യമായിട്ടും. നമ്മൾ ഈ തിരുവചനങ്ങളൊക്കെ വലിയ ഗൗരവത്തോടു കൂടി എടുക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ മഹത്വം, ആ ദിവ്യ രഹസ്യത്തിന്റെ വലിയ ശക്തി, നമുക്ക് നൽകുന്ന വീണ്ടെടുപ്പ്, രക്ഷാകരമായ വലിയ പ്രവൃത്തികൾ, ജീവന്റെ സമൃദ്ധി, അതിലൂടെ ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങള്, രക്ഷാകര അനുഭവങ്ങള് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തില് തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഈശോ നമ്മെ നയിക്കുന്ന ഈ ജൂൺ മാസത്തിന്റെ ഈ 4-ാം തീയതി, എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ ദിവ്യകാരുണ്യത്തിന്റെ വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ നമുക്കിടയാകും. നമ്മൾ ഒരു കുറച്ച് ദിവസങ്ങൾ യഥാർത്ഥമായ മാനവരക്ഷ ഒറ്റ വഴി, അത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് ഈശോ വിശുദ്ധ ഫൗസ്റ്റീന, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ ജൂൺ മാസത്തിൽ പ്രത്യേകം കാണുന്ന 2 വ്യക്തികളാണ് വിശുദ്ധ മേരി മാർഗ്രറ്റ് അലക്കോക്കും വിശുദ്ധ മരിയ ഫൗസ്റ്റീനായും. ദൈവകരുണയുടെയും ഈശോ തിരുഹൃദയത്തിന്റെയും 2 സാന്നിധ്യങ്ങൾ നമ്മൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കർത്താവായ ദൈവം തിരഞ്ഞെടുത്ത 2 മഹാവിശുദ്ധരാണ് വിശുദ്ധ മേരി മാർഗ്രറ്റ് അലക്കോക്ക് തിരുഹൃദയം, വിശുദ്ധ മരിയ ഫൗസ്റ്റീന ദൈവകരുണ. ഈ 2ന്റെയും ആഴത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശുദ്ധ കുർബാന അനുഭവത്തിലേക്ക് നമ്മെ ആഴപ്പെടുത്തുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. വേറെ ഒരു വഴിയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുന്നത്, മനുഷ്യവർഗം എൻ്റെ ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല. ഈ കരുണ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ ഈ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവാം. ഈ വിശുദ്ധ കുർബാനയുടെ ദൈവകരുണയുടെ തിരുഹൃദയത്തിന്റെ വലിയ സ്നേഹം അതിന്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ വേണ്ടി രക്ഷാകരമായ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിച്ച് അതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ രക്ഷിച്ചെടുക്കാൻ ഒറ്റ വഴി, ഒരേ ഒരു വഴി, വേറെ എവിടെ പോയിട്ടും കാര്യമില്ല. കർത്താവ് അതിനു വേണ്ടിയ മക്കളെ, ഈ കുർബാനയാകാൻ വേണ്ടിയ കുരിശിൽ ഈശോ മരിച്ചത്. ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ എന്തൊക്കെയാ ചെയ്തത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് സ്വന്തമാക്കണം. പാപത്തിന്റെ അനന്തര ഫലങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കുടുംബത്തിൽ കടന്നു വന്നു, പാരമ്പര്യത്തിൽ കടന്നു വന്നു, തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. വസിക്കുന്ന വീട്ടില്, മണ്ണില്, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തില്, നമ്മുടെ പൂർവ്വകാലത്തില്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയില്, നമ്മുടെ മക്കളില്, ജീവിത പങ്കാളിയില് കടന്നു വന്നിരിക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. പാപത്തിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ
അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ധ്യാനിച്ച് അതിനെല്ലാത്തിനും ഒറ്റ പരിഹാരമുള്ളൂ, രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. അതാണ് കർത്താവിൻ്റെ കുരിശിലെ മരണം. ഈശോ വന്നത്, ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഈശോ വന്നത് കുർബാനയാകാനാണ്. ഈ കുർബാനയെ കുറിച്ച് നമ്മൾ ശരിക്കും അറിയണം. പിശാചിന്റെ വലിയൊരു തന്ത്രമുണ്ട്. വിശുദ്ധ കുർബാനയെ കുറിച്ച് ആരും അറിയരുത്. രണ്ടാമത്തെ അവന്റെ തന്ത്രം, ഇനി അറിഞ്ഞാൽ തന്നെ അത് അർത്ഥം മനസ്സിലാക്കി ആരും സ്വീകരിക്കരുത്. ഇനി അർത്ഥം മനസ്സിലാക്കിയാൽ തന്നെ അത് വേണ്ട പോലെ യോഗ്യതയോടെ അർപ്പിച്ച് അതിലൂടെ കൈവരുന്ന രക്ഷ ആരും കൈവരിക്കാൻ പാടില്ല. അതിനുവേണ്ടിയാണ് പിശാച് അതിശക്തമായി ശ്രമിക്കുന്നത്. അവരുടെ ശ്രമത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരവസ്ഥയാണ് ഇന്ന് കുർബാനയുടെ പേരിൽ വഴക്ക്. വിശുദ്ധ കുർബാനയുടെ പേരിൽ അസ്വസ്ഥതയുണ്ടാക്കി അനേക മക്കളെ വിശുദ്ധ കുർബാനയിൽ നിന്ന് അകറ്റിയ സഭാ സംവിധാനങ്ങൾ, അതാരുമാകട്ടെ, അത് പിതാക്കന്മാരാകാം, വൈദികരാകാം, ആത്മായ മക്കളാകാം. മക്കളെ, നിങ്ങൾ മൂലം വിശുദ്ധ കുർബാനയിൽ നിന്ന് അനേക മക്കൾ അകലാൻ കാരണമായിട്ടുണ്ടെങ്കിൽ എന്നല്ല, കാരണമായിട്ടുണ്ട്. നിങ്ങൾ പിശാചിന്റെ വക്താക്കളായിട്ട് മാറി. ഈശോ രക്ഷാകരമായ ദിവ്യരഹസ്യം ഈ വിശുദ്ധ കുർബാനയിലൂടെ പൂർത്തീകരിക്കുമ്പോ, ആ കുർബാനയിൽ ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് തന്നെ നൽകുമ്പോ, ആ കുർബാനയുടെ പേരിൽ വേണ്ടാത്ത വഴക്കും ഭിന്നിപ്പും അകൽച്ചയും ഒക്കെ ഉണ്ടാക്കി ഇന്ന് അനേകം ആത്മാക്കളെ നശിപ്പിച്ച കാരണക്കാരായവരോട് സ്വർഗം പൊറുക്കില്ല. കർത്താവ് ക്ഷമിക്കോ? സംശയമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, പിശാചിന്റെ വക്താക്കളായി പോയ ഒത്തിരിയേറെ മക്കള് ഇന്ന് കുർബാനയുടെ പേരിൽ വഴക്കും തമ്മിലടിയും ഭിന്നിപ്പും കൊണ്ട് ഈ ജീവന്റെ കൂദാശയെ, ഈ രക്ഷാകരമായ ദിവ്യരഹസ്യത്തെ പിശാചിന്റെ കെണിയിൽപ്പെട്ട് തകർക്കാനും അനേകരെ അകറ്റാനും നിങ്ങൾ വിജയിച്ചപ്പോ കർത്താവിന്റെ ഹൃദയം എന്തുമാത്രം വേദനിച്ച് കാണുന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് നമ്മളോട് പറയാനുള്ളത്, നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് അറിയണം. വിശുദ്ധ കുർബാന സ്വന്തമാക്കണം. എനിക്ക് കുറച്ച് ദിവസം ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധ കുർബാനയിൽ കർത്താവ് ചെയ്ത പ്രവൃത്തികൾ എന്തൊക്കെയാണ്? കർത്താവിന്റെ തിരുഹൃദയം എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നത്? കർത്താവിന്റെ കരുണാർദ്ദ ഹൃദയം എന്തിനാ ഇങ്ങനെ കുത്തി തുറന്ന് പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ഈശോ പ്രത്യക്ഷപ്പെടുന്നത്? എന്തിനാ ഈ കരുണയിലേക്ക് തിരിയാൻ വേണ്ടി ഈശോ വീണ്ടും വീണ്ടും അനേകം വിശുദ്ധരിലൂടെയൊക്കെ ആവശ്യപ്പെടുന്നത്? എന്തിനാ ഈ സഭയില് ഈ ജൂൺ മാസം തിരുഹൃദയത്തിന്റെ തിരുനാളും വിമല ഹൃദയത്തിന്റെ തിരുനാളും വിശുദ്ധ കുർബാനയുടെ തിരുനാളും ഒക്കെ കർത്താവ് നമുക്ക് നൽകുന്നേ? നമ്മൾ സ്വന്തമാക്കണം മക്കളെ, വേറെ വഴിയൊന്നുമില്ല. പലതും നമ്മൾ കാണും. പിശാച് പലരെയും ഉപയോഗിച്ചുകൊണ്ട് കുർബാനയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാൻ ഒറ്റ കാര്യം, കുർബാന വിട്ടാൽ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പൗരോഹിത്യത്തെ, നമ്മുടെ സഭയെ, നമ്മുടെ മക്കളെ പിശാചിന് പെട്ടെന്ന് നശിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാരണവശാലും, 1000 വട്ടം ഉറപ്പോടെ പറയാ, ഒരു കാരണവശാലും വിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മളോ, നമ്മുടെ മക്കളോ, നമ്മുടെ വൈദികരോ, നമ്മുടെ സമർപ്പിതരോ, നമ്മുടെ സഭ ഒരു മക്കളോ അകലാൻ പാടില്ലെന്ന് മാത്രമല്ല, ഈ ലോകം മുഴുവനെയും ഈ വിശുദ്ധ കുർബാനയിലേക്ക് കൊണ്ടുവരാനുള്ള ദൗത്യം അത് ചെയ്യേണ്ട പോലെ ചെയ്ത് കുർബാനയുടെ ശക്തി പ്രകടമാക്കിയെടുത്ത് അതിലൂടെ ലഭിക്കുന്ന രക്ഷാകര രഹസ്യങ്ങളെ അർത്ഥം മനസ്സിലാക്കി സ്വീകരിച്ച് അനേകർക്ക് പകർന്നു കൊടുത്തു കർത്താവിന്റെ രക്ഷ നമ്മളും അനേക മക്കളും സ്വീകരിക്കണം. അതാ ഈശോ പറഞ്ഞ, മനുഷ്യവർഗം ഈ രക്ഷ, ഈ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് നമ്മളെ ഏൽപ്പിച്ചേക്കാണ് മക്കളെ. ഈ വിശുദ്ധ കുർബാന നമ്മെ ഏൽപ്പിച്ചേക്കാം. വിശുദ്ധ കുർബാന നമുക്ക് തന്നേക്കാണ് ഈശോ. വിശുദ്ധ കുർബാന അത് സ്വീകരിക്കാനും പ്രഘോഷിക്കാനും അർപ്പിക്കാനും കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കും. യോഗ്യതയോടെ പൗലോസിലെ കൊരിന്തോസ്കാർക്ക് 1 ലേഖനം 11 പറയുന്ന പോലെ യോഗ്യതയോടെ വിശുദ്ധ കുർബാന അർപ്പിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കർത്താവിനെ തന്നെ കിട്ടുന്ന കൂദാശ പറഞ്ഞ യോഹന്നാൻ 6:56, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ധ്യാനിക്കാം. ഇനി ഈ കുർബാന എന്തെന്ന്, കുർബാനയില് കുരിശിലെ ബലിയില് ഈശോ കുരിശിൽ മരിച്ചത് കുർബാനയാകാന്, ഈ കുർബാനയാകാൻ വേണ്ടി ഈശോ കുരിശിൽ ചെയ്ത പ്രവൃത്തികൾ എന്തിനു വേണ്ടി, അവിടെ എന്തൊക്കെ സംഭവിച്ചു, നാം എങ്ങനെ സ്വന്തമാക്കണം, അതിലൂടെ എന്തൊക്കെ നമുക്ക് ലഭിച്ചു, ഇതെല്ലാം അറിഞ്ഞ്
നമ്മൾ വേണ്ട പോലെ ബലിയർപ്പിച്ചാൽ, ഈ കുർബാന സ്വന്തമാക്കിയാൽ, യേശുവിനെ തന്നെ സ്വന്തമാക്കി, ഞാൻ പറയും കുർബാനയിൽ തീരാത്ത പ്രശ്നമില്ല. തീർക്കേണ്ട പോലെ തീർക്കണം. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഈ ദിവസങ്ങൾ ധ്യാനിച്ചുകൊണ്ട് യഥാർത്ഥമായ രക്ഷയിലേക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മൾ ആനയിക്കുവാൻ വേണ്ടി വലിയൊരു പരിശ്രമം. ഈ ഒരു വിഷയം എടുക്കാനുള്ള കാരണം, ദിവസങ്ങൾ അനേകം പേര് പല പല തടസ്സങ്ങൾ, ബന്ധനങ്ങൾ, കല്യാണം നടക്കുന്നില്ല, ജോലി കിട്ടുന്നില്ല, ഒത്തിരി തടസ്സങ്ങൾ. ഒരു തടസ്സം എന്നല്ല പറഞ്ഞു, ഒരു തടസ്സം വരുന്നുണ്ടെങ്കിൽ അതിന് തടസ്സപ്പെടുത്താൻ മറ്റവന് കടന്നു വരാൻ ഒരു വഴി തുറന്നു കിടക്കുന്നുണ്ട്. അത് പല മേഖലകളിലും ആകാം. പാപത്തിന്റെ അനന്തര നമ്മൾ കാണും. അതൊക്കെ പൂർത്തീകരിക്കുന്നത് കർത്താവിന്റെ കുരിശിലെ ബലിയില, ഈ വിശുദ്ധ കുർബാനയില. അതിവിടെ തീർക്കണം. അതിവിടെയേ തീരും. വേറെ ആർക്കും തീർക്കാൻ പറ്റില്ല. ഈ ലോകത്തിന് പറ്റില്ല, സമ്പത്തിന് പറ്റില്ല, ഒരു ഹോമത്തിന് പറ്റില്ല, ഒരു മന്ത്രവാദത്തിന് പറ്റില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പറ്റില്ല, ഒരു ഭരണാധികാരിക്ക് പറ്റില്ല, ഈ ലോകത്തിലെ ഒരു സംവിധാനത്തിനും പറ്റത്തില്ല. അതിനൊറ്റ വഴിയുള്ളൂ, ഈ കുർബാന. ഈ കുർബാനെ കുറിച്ച് നമുക്കറിയണം. നമ്മൾ ഈ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനെ കുറിച്ച് കുറെ കൂടി നമുക്ക് അറിയാവുന്നതാണെങ്കിൽ കൂടിയും കുറെ കൂടി ആഴത്തിൽ വിശുദ്ധ കുർബാനയെ അനുഭവിച്ച് പഠിച്ച് സ്വീകരിച്ച് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്ത് യഥാർത്ഥമായ രക്ഷാകരമായ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ദിവ്യരഹസ്യത്തെ അറിഞ്ഞ് അർപ്പിക്കാനും സ്വീകരിക്കാനും നമുക്കിടയാകണം. എല്ലാവർക്കും പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് കർത്താവിന്റെ ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. ഈ തിരുനാൾ ദിനം മുതൽ കുറച്ച് ദിവസങ്ങൾ നമ്മൾ യഥാർത്ഥമായ രക്ഷാകര ദിവ്യരഹസ്യങ്ങളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങിക്കൊണ്ട് നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പാരമ്പര്യത്തെ, നമ്മുടെ തലമുറയെ, നമ്മുടെ വീടിനെ, നമ്മുടെ മണ്ണിനെ, വ്യക്തി ജീവിതങ്ങളെ ഈ കുർബാനയിലൂടെ യഥാർത്ഥമായ രക്ഷയിലേക്ക് നമ്മൾ അനയിക്കുകയാണ്. ഈശോ നമ്മെ സഹായിക്കട്ടെ. അച്ഛനോട് പ്രാർത്ഥിക്കാം. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരുണ, കുർബാനയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട കരുണ സ്വന്തമാക്കാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, പരിശുദ്ധ കുർബാനയുടെ ഈ തിരുനാൾ ദിനത്തിൽ അങ്ങേ മക്കളായ ഞങ്ങളെല്ലാവരും ഹൃദയം നിറഞ്ഞ നന്ദിയോടെ അങ്ങേ തിരുസന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി വിശുദ്ധ കുർബാനയാകാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന് അവതരിച്ച് ബേത്ലഹേമിലെ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ അങ്ങ് ഈ ഭൂമിയിൽ ജീവിച്ചത് ഈ വിശുദ്ധ കുർബാന ആകാൻ വേണ്ടിയാണല്ലോ. അപ്പത്തിന്റെ ഭവനമായ ബേത്ലഹേമില് കാലിത്തൊഴുത്തില് കാലികൾക്ക് തീറ്റുകൊടുക്കുന്ന പുൽത്തൊട്ടിയില് അപ്പമായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കിടത്തപ്പെട്ടു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കിക്കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ കുരിശിലൂടെ വീണ്ടെടുത്തുകൊണ്ട് കുർബാന അങ്ങ് കുരിശിൽ അർപ്പിച്ച് കർത്താവെ ഞങ്ങൾക്ക് ജീവൻ തരാൻ വേണ്ടി അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകിക്കൊണ്ട് ദിവ്യകാരുണ്യമായിട്ട് ഞങ്ങളെ ഒരിക്കലും വേർപിരിയാതെ വിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് ഞങ്ങളിൽ വസിക്കുവാൻ അങ്ങ് തിരുവുള്ളമായി. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന വിശുദ്ധ കുർബാനയായ ഈശോയെ, ദിവ്യകാരുണ്യമായ ഈശോയെ, അങ്ങേ തിരുഹൃദയത്തിലെ സ്നേഹവും കുർബാനയുടെ സ്നേഹവും അങ്ങയുടെ കരുണയുടെ സ്നേഹത്തിന്റെ നീളവും ആഴവുമൊക്കെ അനുഭവിച്ചറിയാൻ വേണ്ടി അനേക മക്കളെ അങ്ങിലേക്ക് അങ്ങ് വിളിച്ച് ചേർത്ത് പിടിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മഹാകരുണയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, സഭയെ സമർപ്പിക്കുന്നു, എല്ലാ വൈദികരെയും സന്യാസിമാരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുർബാനയാണ് കർത്താവെ ഞങ്ങൾക്ക് മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും രക്ഷ ഈ വിശുദ്ധ കുർബാനയാണെന്ന് അസന്നിഗ്ധമായി അങ്ങ് എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട്. തിരുവചനത്തിലൂടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തിന് ജീവൻ ലഭിക്കണമെങ്കിൽ അങ്ങാകുന്ന വിശുദ്ധ കുർബാനയെ അങ്ങയെ തന്നെ സ്വീകരിച്ചേ മതിയാകൂ എന്ന് സത്യമായിട്ടും അങ്ങ് ഞങ്ങളോട് പറഞ്ഞു. വീണ്ടും അനേക വിശുദ്ധരിലൂടെ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, മനുഷ്യവർഗം അങ്ങയുടെ കരുണയിലേക്ക് തിരിയാത്തിടത്തോളം കാലം ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന്.
ഈശോയെ, അങ്ങ് ഇത് ഞങ്ങൾക്ക് പരമേൽപ്പിച്ചു തന്നു, എന്നിട്ടും അത് സ്വീകരിക്കാത്ത മക്കള്. ഈശോ, ഞങ്ങളുടെ മക്കൾക്കിന്ന് വിശുദ്ധ കുർബാന വേണ്ട. ഞങ്ങളുടെ ജീവിത പങ്കാളികൾക്ക്, ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ പലർക്കും അങ്ങയെ വിശുദ്ധ കുർബാന വേണ്ട. വിശുദ്ധ കുർബാനയെ അയോഗ്യതയോടെ അർപ്പിക്കുന്ന അനേകം വൈദികർ, അയോഗ്യതയോടെ സ്വീകരിക്കുന്ന അനേക സന്യാസിമാര്, അതിന്റെ പേരിൽ വഴക്കടിക്കുന്ന സഭാ നേതൃത്വം, അനേകം വൈദികര്, അൽമായര്, ഈശോയെ കുർബാനയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന പിശാചിന്റെ വക്താക്കളായിട്ട് മാറിപ്പോയ അനേക മക്കൾ, എല്ലാവരെയും ഓർത്ത് എന്തുമാത്രമാ അങ്ങ് വേദനിക്കുന്ന, അങ്ങയുടെ ദിവ്യ കാരുണ്യ ഹൃദയം എത്രയോ വേദനിക്കുന്ന കർത്താവേ. അങ്ങ് ജീവൻ അർപ്പിച്ച് അങ്ങയെ തന്നെ കീറി മുറിച്ച് തന്ന്, ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണ്, വാങ്ങി ഭക്ഷിക്കും മക്കളെ, ജീവനുണ്ടാകുമെന്ന് പറഞ്ഞ് അങ്ങ് കുർബാനയായിട്ട് മാറിയിട്ട് ഈശോയെ അങ്ങയെ മനസ്സിലാക്കാൻ പറ്റാതെ പോയ മക്കൾ, അതിൻ്റെയും ഇതിൻ്റെയും പേരിൽ, ചൈതന്യമില്ലാത്ത ആരാധനാക്രമത്തിന്റെ പേരിൽ വഴക്കടിച്ച്, ഭിന്നിച്ച്, കലഹിച്ച്, സാധാരണ അവസരം കൊടുത്ത് കുർബാനയിൽ നിന്ന് അനേകം പാവപ്പെട്ട മക്കളെ അകറ്റി പിശാചിനെ പിടിയിൽ വിട്ടുകൊടുത്ത അനേക മക്കൾ. കർത്താവേ, കരുണയായിരിക്കണമേ. കർത്താവ്, എന്തു വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും വിശുദ്ധ കുർബാന വിട്ടു പോകാതിരിക്കാനുള്ള വലിയൊരു കൃപ, ഞങ്ങളുടെ ഏകരക്ഷയായ വിശുദ്ധ കുർബാനയെ വിട്ടകന്നു പോകാതിരിക്കാനുള്ള മഹാഭാഗ്യം കർത്താവേ, ജ്ഞാനമായി തിരിച്ചറിവായിട്ട് ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് നൽകണം, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ അങ്ങ് നൽകണം, വൈദികർക്കും സന്യസ്തർക്കും അങ്ങ് നൽകണം. ദിവ്യകാരുണ്യത്തെ അറിഞ്ഞ് അനുഭവിച്ച് ജീവിക്കുന്ന അനേകം വൈദികരെ, വിശുദ്ധ കുർബാനയെ അനുഭവിച്ച് ജീവിക്കുന്ന അനേകം വൈദികരെ, സന്യാസിമാരെ, അഭിവന്ദ്യ പിതാക്കന്മാരെ, അനേകം മക്കളെ, കുടുംബങ്ങളെ, യുവമക്കളെ, കുഞ്ഞുമക്കളെ അങ്ങ് ഉണർത്തണമേ കർത്താവേ. വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തില് അങ്ങേ തിരു മുമ്പില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ കുർബാന വിട്ട് ജീവിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങള് കൂദാശയില്ല, വിശുദ്ധ കുർബാന സ്വീകരണമില്ല, ജീവനില്ലാണ്ട് പോവാണ്. ജീവനില്ലാതായ പിന്നെ നമുക്കറിയാം ജഡത്തിന്റെ അവസ്ഥ, ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ, മദ്യപാനം, വഴക്ക്, ലഹരി പദാർത്ഥങ്ങള്, തെറ്റായ സ്നേഹബന്ധങ്ങൾ, കൂട്ടുകെട്ട്, അനുസരണക്കേട്, പഠിക്കത്തില്ല, അലസത, എല്ലാവിധ പൈശാചികതകളും കയറി നശിപ്പിക്കും. നമ്മുടെ മക്കളുടെ അനുഭവം നോക്കിക്കേ. ഇന്ന് കുടുംബത്തിൽ പല പല പ്രശ്നങ്ങൾ നേരിടുന്ന പലാവസ്ഥയ്ക്കുള്ള കാരണം കർത്താവേ വിശുദ്ധ കുർബാന വിട്ടതാണ്. ഈ ദിവസങ്ങളില് ദിവ്യകാരുണ്യ ഈശോയെ വിശുദ്ധ കുർബാനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി വരാനും, അതിവ്യരഹസ്യത്തെ അനുഭവിച്ച് മനസ്സിലാക്കാനും, അത് സ്വീകരിക്കേണ്ട പോലെ സ്വീകരിക്കാനും, അങ്ങയെ തന്നെ സ്വന്തമാക്കിക്കൊണ്ട് അങ്ങയുടെ രക്ഷ, അങ്ങാകുന്ന രക്ഷ, ആ ജീവന്റെ സമൃദ്ധി കൈവരിക്കുവാനും സ്വീകരിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു, തിരുസഭയെ സമർപ്പിക്കുന്നു, വിശുദ്ധ പിതാവ് മുതൽ എല്ലാ അഭിഷിക്തരെ സമർപ്പിക്കുന്നു, സന്യാസിമാരെ സമർപ്പിക്കുന്നു, ക്രൈസ്തവ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. മാമോദീസ സ്വീകരിച്ച് ക്രൈസ്തവ വിശ്വാസികളായിട്ട് അങ്ങയുടെ സ്വന്തമായിട്ട് മാറിയ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുർബാനയുടെ ശക്തമായ അനുഭവമാണല്ലോ കർത്താവെ കൂദാശകളിലൂടെ ലഭിച്ചിരിക്കുന്നത്. അതനുഭവിച്ച് സ്വന്തമാക്കി ജീവിക്കാൻ എല്ലാ മക്കൾക്കും ഇടയാകട്ടെ. ഈ വിശുദ്ധ കുർബാനയിലേക്ക് മാനവകുലത്തെ മുഴുവൻ ആനയിക്കുവാൻ, അങ്ങനെ ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കുവാൻ ഇടയാകത്തക്ക വിധം വിശുദ്ധ കുർബാന അനുഭവം കർത്താവെ അനേക മക്കൾക്ക് അങ്ങ് അനുഭവവേദ്യമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ഈ തിരുനാൾ ദിനത്തില് കർത്താവ് നൽകിയ സന്ദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ മക്കളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇന്ന് പരീക്ഷ എഴുതുന്ന ഒത്തിരി മക്കളുണ്ട്. ACCA പരീക്ഷ എഴുതുന്നവർ, പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർ, എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്നവർ, നഴ്സിംഗിന്റെ പരീക്ഷ എഴുതുന്നവർ, ഒത്തിരി പരീക്ഷ എഴുതുന്ന മക്കൾ, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും ഏറ്റവും സ്നേഹത്തോടെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് ACCA പരീക്ഷ എഴുതുന്ന പല മക്കളും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒത്തിരി പേരുടെ മക്കള് പരീക്ഷ എഴുതുന്നുണ്ട്. അതുപോലെ പല പരീക്ഷകൾ ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കുർബാനയുടെ ജീവന്റെ സമൃദ്ധിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഈ വിശുദ്ധ കുർബാന തിരുനാൾ ദിനത്തില് ഇന്ന് പരീക്ഷ എഴുതുന്ന ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ മക്കളും ജീവന്റെ സമൃദ്ധിയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഉന്നതമായ വിജയം കൈവരിക്കുവാൻ ഈ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും, നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഒരു നിയോഗം സമർപ്പിച്ച് വിശുദ്ധ കുർബാന വിട്ട്
അകന്നു പോകാൻ നമ്മുടെ കുടുംബത്തിലെ ഒരു മകനും ഒരു മകൾക്കും ഇടയാകാതിരിക്കട്ടെ. ഒരു വലിയ കൃപ ഈ ആശീർവാദ സമയത്ത് പ്രത്യേകം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം പരീക്ഷ എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ടും കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ കുർബാനയുടെ ഈ തിരുനാൾ ദിനത്തില് കർത്താവിൻ്റെ വലിയ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കുർബാനയുടെ ജീവന്റെ സമൃദ്ധി കൊണ്ട് രക്ഷാകര ദിവ്യരഹസ്യത്തിന്റെ രക്ഷാകര ശക്തി കൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ചോ മക്കളെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ തിരുനാളിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും സ്നേഹത്തോടെ നേരുകയാണ്. ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെ, നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധം ഈ വിശുദ്ധ കുർബാന തിരുനാളിൻ്റെ അനുഗ്രഹങ്ങൾ നിറച്ച് കർത്താവ് ആശീർവദിച്ച് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത മക്കളെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാശം കടന്നു വരുന്ന വാതിലുകൾ അടച്ചുകൊണ്ട് കർത്താവ് അങ്ങയുടെ മക്കളെ കുർബാനയുടെ ശക്തിയാൽ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വിശുദ്ധ കുർബാനയെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിച്ച് നമ്മുടെ കുടുംബത്തെ എല്ലാ തടസ്സങ്ങളും മാറ്റുന്ന, കെട്ടുകളെ പൊട്ടിക്കുന്ന, ആധിപത്യങ്ങളെ അധികാരം തകർത്തെറിയുന്ന കർത്താവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവകരുണയുടെയും തിരുഹൃദയത്തിൻ്റെയും ഈ പുണ്യമായ അനുഭവത്തിൽ നമ്മൾ സ്വന്തമാക്കാൻ പോവാം. ഇന്ന് പല കാരണങ്ങളും, അച്ഛൻ ഇന്നലെ കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞു. കാരണങ്ങൾ എടുത്തു മാറ്റപ്പെടുന്നത് കർത്താവിൻ്റെ ഈ കുരിശിലെ ബലിയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയുമാണ്. അതെന്തെന്ന് മനസ്സിലാക്കി സ്വീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ചേരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും, കർത്താവ് നമ്മെ രക്ഷിക്കും. ഈ ഒരു ശുശ്രൂഷ കഴിയുമ്പോഴേക്കും ഞാൻ പറയും, അത് ചെയ്യേണ്ട പോലെ നിങ്ങൾ ചെയ്താൽ കർത്താവിൻ്റെ രക്ഷയും വിടുതലും സൗഖ്യവും വിജയവും കർത്താവ് നമുക്ക് തരും. കാരണം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി യേശു നൽകിയത് ഈ വിശുദ്ധ കുർബാനയാണ്. ദിവ്യകാരുണ്യമ നമ്മെ ദൈവം അനുഗ്രഹിക്കും. ആമേൻ.